ഇപ്പോൾ ശ്രീ എം എൻ കാരശ്ശേരി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം എൻ കാരശ്ശേരി, ഇതിലിപ്പോൾ കേരളത്തിൽ ഉണ്ടായ പ്രതികരണം എന്നത് സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക തന്നെ ചെയ്യും, അത് വൈകില്ല എന്നാണ്. അതായത് കേരളയിൽ പോലെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു വാഗ്ദാനമായിരിക്കില്ല, മറിച്ചത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് BJP നേതാവ് കൂടിയായ തൃശ്ശൂരിൽ അടുത്ത ലോക്സഭാ സ്ഥാനാർത്ഥി എന്ന് പ്രതീക്ഷിക്കുന്ന സുരേഷ് ഗോപി പറയുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ താങ്കൾ എത്രത്തോളം സാധ്യതയാണ് കാണുന്നത് ഈ നീക്കം അതിവേഗമാക്കുവാനുള്ള? ഏക സിവിൽ കോഡ് എന്നുള്ള ആശയത്തിന് തത്വത്തിൽ അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്നത്തെ മോദി ഗവൺമെന്റിനെ സത്യം പറഞ്ഞാൽ എനിക്ക് പൂർണ്ണ വിശ്വാസമില്ല. കാരണം അത് ഇവിടുത്തെ എല്ലാ മതക്കാർക്കും ജാതിക്കാർക്കും സമ്മതമാവുന്ന മട്ടിലും അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടും കഴിയുന്നത്ര അതിൽ പ്രകോപനം ഒഴിവാക്കിക്കൊണ്ടും ഒരു സിവിൽ കോഡ് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അറിഞ്ഞൂടാന്ന് ഞാൻ പറയുന്നതിന്റെ തെളിവ് എന്താന്ന് വിചാരിച്ചാല് ഇതുവരെ അതിന്റെ ഒരു കരട് ബില്ല് തയ്യാറായതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു കരട് ബില്ല് ആദ്യം ലോക്സഭയിൽ വരണം, രാജ്യസഭയിൽ വരണം, പിന്നീട് അത് നമ്മുടെ 28 സ്റ്റേറ്റുകളിലെയുള്ള നിയമസഭകളിൽ ചർച്ച ചെയ്യണം, ബഹുജനങ്ങൾ ചർച്ച ചെയ്യണം. അങ്ങനെ അത് വളരെ വലിയൊരു സംഗതിയാണ്. തീർച്ചയായിട്ടും തത്വത്തിൽ ഞാൻ അനുകൂലമാണ്. പക്ഷേ ഇത് ഏതെങ്കിലും മതക്കാരെയോ ന്യൂനപക്ഷങ്ങളെയോ ഒതുക്കാനുള്ള ഒരു ഏർപ്പാടാണ് എന്ന മട്ടിലാണ് ഇവർ കൊണ്ടുവരുന്നെങ്കിൽ വളരെ കുഴപ്പമായിരിക്കും. പക്ഷേ ഏക സിവിൽ കോഡ് അവരെയും ബാധിക്കും. അതായത് ഒരു ഹിന്ദു സിവിൽ കോഡായി ഏക സിവിൽ കോഡ് മാറുമോ എന്ന് ഭയക്കേണ്ട സമയമാണോ ഇത്? അല്ല, അതിൽ എന്താന്ന് വിചാരിച്ചാല് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇവിടുത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തുള്ള പല തരത്തിലുള്ള ജാതി ആചാരങ്ങളൊക്കെ തൊടാൻ ഈ സമയത്ത് മോദി ഗവൺമെന്റിന് ധൈര്യം ഉണ്ടാവും ഞാൻ തൽക്കാലം വിചാരിക്കുന്നില്ല. ശ്രീ എം എൻ കാരശ്ശേരി, അത് തന്നെയാണുള്ള സംശയം. ഇതിപ്പോൾ ഈ ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ തന്നെ വ്യത്യസ്തമായ നിയമങ്ങളാണല്ലോ നമ്മുടെ രാജ്യത്തുള്ളത്. അതിനെ ഏകീകരിക്കുക എന്നത് പോലും BJPക്ക് ചിലപ്പോൾ തിരിച്ചടിയാവില്ലേ എന്നുള്ളതാണ് സംശയം. അല്ല, അത് എന്താ വെച്ചാൽ അവരൊരു കരട് ബില്ല് തയ്യാറാക്കിയിട്ടില്ല. അല്ല, തയ്യാറാക്കിയിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അവര് സഭയിൽ വെച്ചിട്ടില്ല. ലോക്സഭയിൽ വരണം, രാജ്യസഭയിൽ വരണം, അത് ജനങ്ങളുടെ മുമ്പാകെ വെക്കണം, നമ്മുടെ സംസ്ഥാന നിയമസഭകളിൽ വരണം. അങ്ങനെയൊക്കെയാണത്. അപ്പൊ ഇത് ഒരു ഇലക്ഷൻ പ്രൊപ്പഗണ്ട എന്നാണ് ഞാൻ തൽക്കാലം അതിനെപ്പറ്റി ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇതിപ്പോൾ ഈ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ വരുന്ന ഒന്നാണ്, കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന വിഷയമാണ്. സ്വാഭാവികമായും ഇനിയിപ്പോൾ 2-3 മാസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത്. അവിടെയാണ് എനിക്കും ഈ സംശയം ഉണ്ടാകുന്നത്. അതിനുള്ളിൽ ഇതൊക്കെ നടപ്പിലാക്കുക എന്നത് പ്രായോഗികമാണോ? ഇനിയിപ്പോൾ ഒരു ബജറ്റ് സമ്മേളനമല്ലേ ശേഷിക്കുന്നുള്ളൂ. അല്ല, പ്രായോഗികമല്ല. അത് ഒരിക്കലും അതിന് സാധ്യതയില്ല. കാരണം അതിന് ധാരാളം സമയം, ധാരാളം ആലോചന, ധാരാളം പ്രായോഗികമായ പ്രവർത്തനം എന്ന് പറഞ്ഞാല് എന്റെ കണക്കിന് ഭരണഘടനാ നിർമ്മാണം പോലെ അത്രയധികം ക്ഷമയും അധ്വാനവും ചർച്ചയും പരസ്പര ധാരണയൊക്കെ ആവശ്യമുള്ള ഒന്നാണത്. ഇവിടെ ഞാൻ പറയാം, ഇവിടുത്തെ മതങ്ങൾ ഇപ്പൊ ജാതി, ഉൾജാതി, ഉപജാതി അടക്കം ഇന്ത്യയിൽ 27,000 ഉണ്ട്. അതിൽ ജാതി ആചാരങ്ങൾ പഠിക്കാൻ തന്നെ സമയത്ര വേണം. അപ്പൊ അതുകൊണ്ടത് വളരെ ഒരുപാട് സമയം ആവശ്യമുള്ള ഒരു ലോങ് ടൈം പ്രോസസ് ആണത്. അതിപ്പോ സുരേഷ് ഗോപി ഈ പറഞ്ഞത് ഒരു ഇലക്ഷൻ സ്റ്റണ്ട് എന്നേ ഞാൻ കാണുന്നുള്ളൂ. ഒരു കാര്യം കൂടി, ഈ പൗരത്വ നിയമം അത് 2019 പാസ്സാക്കിയ ഒന്നാണല്ലോ. പക്ഷെ അതിന്റെയും കരട് ഇപ്പോഴും വ്യക്തമല്ല. ഈ പാർലമെന്റ് സമിതികളുടെ കാലാവധി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക എന്നതാണ് രീതി. അതിലെന്തെങ്കിലും ഒരു ചടുലമായ നീക്കം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അത് ഇലക്ഷൻ അവർക്ക് ഗുണം ചെയ്യും. അത് അവർ പാസ്സാക്കിയ ഒരു നിയമമാണത്. പാസ്സാക്കി കഴിഞ്ഞാണ് അതാണ്. മറ്റേത് ഇങ്ങനെ പറയുന്നതാണ്. ഏക സിവിൽ കോഡ് ഇപ്പോ പ്രായോഗികമായിട്ട് വരാൻ പോകുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാര്യങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ എം എൻ കാരശ്ശേരി ഞങ്ങളോട് പ്രതികരിച്ചതിന്. അദ്ദേഹം വളരെ തിരക്കിലാണ് ഇപ്പോൾ.